ആ ടോപ്പ് നല്ല രസമുണ്ട്, ഒന്ന് എടുക്കുവോ? ചേച്ചി ഇതിനെന്താ വില? 800. 800 ഉണ്ടോ? അതെടുത്താലോ ആതിരെ? നല്ല രസമില്ലേ? ഇത് കൊള്ളാമോ? നീ ഒന്ന് നോക്കടി. എടി ഇത് കൊള്ളാമോ? നീ ഇത് ഏത് ലോകത്താ? അത് ഞാൻ അഞ്ജലിയുടെ കാര്യം നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ. നിന്റെ മാരേജിന്റെ കാര്യം നീ അഞ്ജലിയോട് പറയണ്ട. മാത്രമല്ല സ്വന്തം കല്യാണം നിന്നെ അറിയിച്ചിട്ടില്ലല്ലോ. അത്രയ്ക്കുള്ള മര്യാദ നീ തിരിച്ചു കാണിക്കണ്ടടി. പക്ഷേ എന്തൊക്കെയായാലും മകളഞ്ഞല്ലേ, അതന്നെ മകളുടെ കൂടെ അനുവാദം വാങ്ങി. ഓ പിന്നെ അവളുടെയൊക്കെ അനുവാദം ആർക്ക് വേണം? ആതിരയ്ക്ക് ഒരാളെ ഇഷ്ടമാണ്. പരസ്പരം ചിന്തിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനം എടുത്തു, അത്ര തന്നെ. അതിൽ അഞ്ജലിക്ക് എന്താണ് റോള്? എടി പ്രശ്നം അതല്ല, ഈയിടെയായി അഞ്ജലിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാ. അയ്യാ അതൊക്കെ അവളുടെ അഭിനയാടി. ഈ അഞ്ജലി ഒരു പഠിച്ച കള്ളിയാ. കാര്യം അവളുടെ അച്ഛൻ മരിച്ചതോടെ അവളുടെ കയ്യിൽ പൈസയില്ല. അതുകൊണ്ട് പൈസക്ക് വേണ്ടി അവൾ അമ്മയോട് സ്നേഹം കാണിക്കണു. അതാണ് സംഭവം. അതൊന്നുമല്ല, അഞ്ജലി ഒരു പാവമാണ്. കഴിഞ്ഞ ദിവസം ജ്വല്ലറി പോയി അവൾക്കൊരു മാല വാങ്ങി കൊടുക്കാൻ ശ്രമിച്ചപ്പോ അവള് വേണ്ടെന്നാ പറഞ്ഞേ. പോടി, അവളുടെ ഒരു മോളും എത്ര കിട്ടിയാലും പഠിക്കൂല. ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ച പൈസ പോലും അവളാ കൊടുക്കാറ്. ഓ പിന്നെ എന്റെ പണം ഒന്നും അവൾക്ക് ആവശ്യമില്ല, സ്നേഹം മാത്രം മതി. അതാണ് അവളുടെ തീയതി. ഓ അത് ശരി. അപ്പൊ അങ്ങനെയായി. അത് അമ്മയും മോളും ഒക്കെ ഒന്നായി, നമ്മൾ പുറത്തും. ആ കൃഷ്ണൻ, നീ പറഞ്ഞതാണ് സത്യം. എടി ഞാൻ എന്റെ ഗതികേടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പ്രായപൂർത്തിയായ ഒരു മകളോട് എനിക്കൊരു കാമുകനുണ്ട്, വീണ്ടും കല്യാണം കഴിക്കണം എന്നൊക്കെ എങ്ങനെ പറയും? പറ. എന്റെ അഭിപ്രായത്തിൽ നീ ഇക്കാര്യം അഞ്ജലിയോട് പറയണ്ട. നീ വിനയനും കൂടി ഒരുമിച്ച് ദുബായി പോവുക, അവിടെ വെച്ച് വിവാഹം കഴിക്കുക. കല്യാണ ശേഷം നിന്റെ മകൾ പണ്ട് ചെയ്തതുപോലെ ഒരു കോൾ ചെയ്യുക. മോളെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. ഓ, ഞാനും വിനയനും വിവാഹം കഴിച്ചു, പ്രശ്നം സോൾവ്. പക്ഷേ ഇനി ദുബായിൽ വീണ്ടും പോകാൻ എനിക്ക് താല്പര്യമില്ല. വിനയന് നാട് വിട്ടുപോകാൻ തീരെ താല്പര്യമില്ല. പിന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ ആര് നോക്കി നടത്തും? അതന്നെ, ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ എന്റെ ഭഗവാനെ. ഞാനൊരു മനഃശാസ്ത്രം പറയാം. എന്ത് മനഃശാസ്ത്രം? ഈ വിഷയം അഞ്ജലി അറിഞ്ഞാൽ അവൾ ഒരിക്കലും സമ്മതിക്കില്ല. ഓർത്തോ, ഒരു മകളുടെ ആംഗിളിൽ കൂടി കണ്ടാൽ നിനക്ക് കാര്യങ്ങൾ വ്യക്തമാവും. ഒരമ്മയുടെ സ്നേഹം ഇതിലൂടെ നഷ്ടമാകുമോ എന്നാണ് അവള് ചിന്തിക്കുക. ആ ഒരു പോയിന്റ് ആലോചിച്ചാണ് എനിക്ക് ആകെ ടെൻഷൻ ആകുന്നത്. അവളെ എതിർത്ത് ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും? ഇതാകെ കൺഫ്യൂഷനായി. എന്തെങ്കിലും ചെയ്യ്. മലർമഞ്ചുളെ നീ മറയരുതേ, വാനിൽ പറക്കാൻ ചിറകുകൾ താ. ആഴിയെ കീഴാക്കി മേഘത്തെ മഴയാക്കി, മൂർധാവിൽ കരം ചേർത്തും മിഴികളിൽ മിഴി ചേർത്തും വഴിയില്ലാതലയുന്നു ഞാൻ. മലർമഞ്ചുളെ നീ മറയരുതേ, വാനിൽ പറക്കാൻ ചിറകുകൾ താ. ആഴിയെ കീഴാക്കി മേഘത്തെ മഴയാക്കി, മൂർധാവിൽ കരം ചേർത്തും മിഴികളിൽ മിഴി ചേർത്തും വഴിയില്ലാതലയുന്നു ഞാൻ. ചിന്ന മഴത്തുള്ളി മണ്ണിനെ തണുപ്പിച്ചും, കുഞ്ഞു കുഞ്ഞു വെട്ടങ്ങൾ താമസിനെ മറപ്പിച്ചു. ചിന്ന മഴത്തുള്ളി മണ്ണിനെ തണുപ്പിച്ചു, കുഞ്ഞു കുഞ്ഞു വെട്ടങ്ങൾ താമസിനെ മറപ്പിച്ചു. നർത്തനം ചെയ്തുകൊണ്ടും പുഷ്പബാണം എയ്തുകൊണ്ടും സ്തുതിഗാനം പാടിക്കൊണ്ടും ചന്തമായി ആടിക്കൊണ്ടും
എട്ടു ദിക്കിലും അലയുന്നു ഞാൻ. മലർമഞ്ചുളെ നീ മറയരുതേ, വാനിൽ പറക്കാൻ ചിറകുകൾ താ. ആഴിയെ കീഴാക്കി മേഘത്തെ മഴയാക്കി, മൂർധാവിൽ കരം ചേർത്തും മിഴികളിൽ മിഴി ചേർത്തും വഴിയില്ലാതലയുന്നു ഞാൻ. അനുപമമേ ഈ ആനന്ദ സാന്ദ്രം, ശുദ്ധരാഗം തുളുമ്പിടുമോമലേ. അനുപമമേ ഈ ആനന്ദ സാന്ദ്രം, ശുദ്ധരാഗം തുളുമ്പിടുമോമലേ. നർത്തനം ചെയ്തുകൊണ്ടും പുഷ്പബാണം എയ്തുകൊണ്ടും സ്തുതിഗാനം പാടിക്കൊണ്ടും ചന്തമായി ആടിക്കൊണ്ടും എട്ടു ദിക്കിലും അലയുന്നു ഞാൻ. മലർമഞ്ചുളെ നീ മറയരുതേ, വാനിൽ പറക്കാൻ ചിറകുകൾ താ. ആഴിയെ കീഴാക്കി മേഘത്തെ മഴയാക്കി, മൂർധാവിൽ കരം ചേർത്തും മിഴികളിൽ മിഴി ചേർത്തും വഴിയില്ലാതലയുന്നു ഞാൻ.